ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉത്സവത്തിന് പോകുന്ന വീഡിയോയാണ്. ഉത്സവം അവസാനിക്കുന്ന ദിവസമല്ല, ഉത്സവത്തിന് ഒരു 2-3 ദിവസം മുന്നേ ഉള്ള ഒരു ദീപക്കാഴ്ച കാണാൻ വേണ്ടി പോവുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കുളപ്പട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ ലക്ഷദീപം തുടങ്ങാനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായിട്ടുണ്ട്. നമ്മളങ്ങനെ അമ്പലത്തിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ വശത്തായി ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഈ വർഷത്തെ അവസാന ഉത്സവത്തിലും ഈ വർഷം ആദ്യമായിട്ട് ആനയെ കാണുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം ആനച്ചന്തമൊക്കെ ആസ്വദിച്ച് അവിടെ നിന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിനകത്തേക്ക് എത്തി. നല്ല അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഓരോരോ രൂപങ്ങളും അതിലിങ്ങനെ ലൈറ്റൊക്കെ കത്തിച്ചതിന് ശേഷം അതൊക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. ആ കാഴ്ചകളെല്ലാം ഇതിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ ഉപരിയായിട്ട് നല്ല അടിപൊളി ചൂടായിരുന്നു. ദീപങ്ങളുടെ ചൂടും കാലാവസ്ഥയുടെ ചൂടും കൂടെ ആയപ്പോൾ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ അമ്പലത്തിലെ ദീപക്കാഴ്ചകളെല്ലാം നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ദീപക്കാഴ്ചയൊക്കെ കണ്ട് ക്ഷേത്രത്തിലൊക്കെ തൊഴുത് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ കളിപ്പാട്ടം മസ്റ്റാണല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്നേ ചാരി വന്നപ്പോൾ ഇത് ബബിൾസ് വേണമെന്ന് പറഞ്ഞ് തന്നെയാണ് വന്നത്. അപ്പോൾ വാങ്ങിക്കൊടുത്തു. പിന്നെ വലിയ പിണക്കമൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മളൊരു കുൽഫി കുടിക്കാമെന്ന് കരുതി ഒരു കടയിലോട്ട് അങ്ങോട്ട് പോയി. പക്ഷേ എന്നാൽ കടയുടെ അടുത്തെത്തിയപ്പോൾ പിന്നെ നമ്മൾ കുൽഫി വേണ്ടാന്നങ്ങ് തീരുമാനിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നില്ല. ഒരു കടയിൽ പോയി കുറച്ച് സാധനം വാങ്ങാൻ. അപ്പോഴത്തേക്കും ചാരുവിൻ്റെ കളിപ്പാട്ടത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ അവൾ തന്നെ കാണിച്ചു തരും. നമ്മൾ ഇത് ഒരു കൈ വെച്ച് ഇങ്ങനെ തുറന്ന് അടുത്തതിങ്ങനെ ഊതാൻ വേണ്ടി എടുക്കുമ്പോഴേക്കും ഈ കയ്യിലിരുന്ന് ചരിഞ്ഞ് ഫുള്ള് കളയും. സ്വന്തം കയ്യിൽ നിന്ന് പറ്റിയതായതുകൊണ്ട് പിന്നെ കരച്ചിലും പിണക്കോ അങ്ങനെയൊന്നുമില്ല. ഞായറാഴ്ച ദീപക്കാഴ്ച കാണാൻ പോയ വിശേഷങ്ങളാണ് നിങ്ങൾ തൊട്ട് മുന്നേ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൊവ്വാഴ്ച നമ്മൾ ഘോഷയാത്ര കാണാൻ പോയ വിശേഷങ്ങളാണേ. ദീപക്കാഴ്ചയുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് തീരുന്നത് വരെയും ഘോഷയാത്ര കാണാൻ പോകുന്നുള്ളൊരു പ്ലാനിങ് നമുക്കില്ലായിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഘോഷയാത്ര കാണാൻ പോയി. ആന ഉണ്ടായിരുന്നു. ആന മുന്നേ നിങ്ങൾ കണ്ടല്ലോ, ശിവേലി എഴുന്നള്ളിപ്പിനെ കൊണ്ട് നിർത്തിയിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കടമ ആന കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. ഇത് ഘോഷയാത്രയുടെ കൂടെ ഉള്ളതല്ല, ഇത് എൻ്റെ കൂടെ വന്നതാണ്. ഈ സൈഡിലോട്ട് മാറി നിന്ന് ഈ തെയ്യം ചവിട്ടണ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാ ഈ കാണുന്ന സംഭവമാണ് ഇതിന് കാരണം. എൻ്റെ ദൈവമേ, ഇതിങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയും ആഹാ ഓഹോ എന്നൊക്കെ തോന്നും. പക്ഷേ എത്ര പേടിക്കണ്ട എന്ന് വിചാരിച്ച് നിന്നാലും ഈ സംഭവം അടുത്തെത്തുമ്പം നമ്മുടെ ഉള്ളിൽ വല്ലാതൊന്ന് കത്തും. അതുപോലൊരു എനിക്കും പറ്റിയിട്ടുണ്ട്. ഘോഷയാത്ര അടിപൊളിയാക്കിയ ഇനിയും കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കാണാം.
അങ്ങനെ ആനയിൽ തുടങ്ങിയ ഘോഷയാത്ര ദേ കൈകൊട്ടിക്കളിയിലെത്തി അവസാനിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട ശേഷം നമ്മൾ നേരെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ ആ കണ്ട ഘോഷയാത്ര ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തുമ്പോൾ 12 മണിയാവും. നമ്മളിപ്പോൾ 8 മണിയൊക്കെ ആയപ്പോൾ ഘോഷയാത്ര കണ്ടിട്ട് ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഈ കമ്മൽ കട കണ്ടാൽ എന്താണെന്നറിയില്ല, എനിക്കിപ്പോൾ ഈയിടെയായിട്ട് ചെറിയൊരു അസുഖം തുടങ്ങിയിട്ടുണ്ട്, മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. പിന്നെ നമ്മളിതേ ഒരു എന്തോ പൊട്ടറ്റോ ഫ്രൈസോ സംഭവത്തിൻ്റെ പേരെന്താ, അത് നമ്മളൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതും വാങ്ങിക്കഴിച്ച് കഴിഞ്ഞ വീഡിയോയിൽ വൈൻഡപ്പ് എടുത്ത് ഈ വീഡിയോയിൽ ആഡ് ചെയ്ത് വീഡിയോ അവസാനിപ്പിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ, സീ യു.